ഹലോ നമസ്കാരം. ഇന്നത്തെ അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സംഭവങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നുണ്ട്. അതായത് അലീനയെ കുറിച്ച് ബാലചന്ദ്രൻ ചെറിയ സൂചനയൊക്കെ രാജീവിന് നൽകുന്നുണ്ടെങ്കിലും രാജീവൻ അത് മനസ്സിലാക്കുന്നൊന്നുമില്ല കേട്ടോ ആ സമയത്തൊന്നും. പിന്നെ അത് മാത്രമല്ല, രാജീവിനോട് കുറച്ച് കാര്യങ്ങൾ ബാലചന്ദ്രൻ സംസാരിക്കും. അതിനുശേഷം രാജീവിനാണെങ്കിൽ അതൊക്കെ വൈജയന്തിയുടെ അടുത്ത് വന്ന് പറയുകയും പിന്നെ അലീനയെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സംഭവിക്കുന്ന ഒരു വലിയ സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് കേൾക്കാനായിട്ട് എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമാവുകയാണെങ്കിൽ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ നേരെ നമുക്ക് ഇന്നത്തെ സ്റ്റോറിയിലേക്ക് പോവാം. അങ്ങനെ രാജീവ് മേനോൻ വന്നേക്കാണ് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്നുള്ള ആവശ്യമായിട്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഓക്കെ ശരി പറഞ്ഞയച്ചേക്കാം, പക്ഷേ അതിനുശേഷം ഇവിടെ നടക്കാൻ പോകുന്നത് മഹാദുരന്തമായിരിക്കും എന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ് ബാലചന്ദ്രൻ. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ലേ? അങ്ങനെയാണെങ്കിൽ അവളെ പറഞ്ഞയക്കണം എന്ന് പറയണം. അവൾ പോവാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ, ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല, അവൾ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറയുമ്പോൾ പോവരുത് എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അത് അവൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് മാത്രം എനിക്ക് നോക്കിയാൽ മതി എന്ന് പറയണം. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അവൾ പോകാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്, അപ്പോൾ അവൾ പൊക്കോട്ടെ, നിങ്ങൾ എന്തിനാണ് നിർബന്ധിച്ച് ഇവിടെ പിടിച്ചു നിർത്തുന്നത് എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ, ഓക്കെ ശരി നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്താണെങ്കിലും അവളെ പറഞ്ഞയക്കാൻ വന്നതല്ലേ, നിങ്ങൾ അവളെ പറഞ്ഞയക്കാനായിട്ട് നിന്നുള്ളൂ, നിങ്ങൾ അവളോട് പോവാൻ പറഞ്ഞോളൂ, ഞാൻ അവളോട് പോവരുതെന്നും എന്നും പറയാം. ആരുടെ വാക്കാണ് അവൾ കേൾക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ പറഞ്ഞതാണ് അവൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ വിജയിച്ചു, അതല്ല ഞാൻ പറയുന്നതാണ് അവൾ കേൾക്കുന്നതെങ്കിൽ പരാജയം നിങ്ങൾ സമ്മതിക്കണം, പിന്നീട് ഇതിനെപ്പറ്റി ഒരു കാര്യവും പറയാൻ പാടില്ല എന്ന് രാജീവിൻ്റെ അടുത്ത് പറയാണ് ബാലചന്ദ്രൻ. ഓക്കെ ശരി സമ്മതിച്ചു എന്ന് പറഞ്ഞ് രാജീവൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ആ സമയത്ത് രാജീവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് വൈജയെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? അവൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഇത്രയും മാത്രം അവളെ മാത്രം ഇങ്ങനെ മാറ്റി നിർത്താനായിട്ട് അവൾ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, അവൾ ചെയ്ത കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് ഇപ്പോൾ പറയിപ്പിക്കണ്ട, ഞാൻ എന്താണെങ്കിലും അതിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ രാജീവ് ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്കറിയാം അവളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല എന്നുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വൈജയെ ഒഴിവാക്കണം, അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ നാടകമൊക്കെ കളിക്കുന്നത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രന് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. നിങ്ങൾക്ക് എന്തറിയാം രാജീവ്, ഒരു ചുക്കും നിങ്ങൾക്ക് അറിയത്തില്ല, എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ നിൽക്കുന്നതെന്ന് എനിക്കറിയാം, പക്ഷേ എന്താണെങ്കിലും അതൊന്നും റിവീൽ ചെയ്യാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഡ്രോയിൽ നിന്ന് ആ തോക്കെടുക്കുക കേട്ടോ. അതെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ രാജീവ് ഒന്ന് അമ്പരക്കുന്നുണ്ട്, എന്താ അപ്പോൾ ബാലചന്ദ്രൻ ചെയ്യാൻ പോകണം, എന്താണെങ്കിലും തന്നെ കൊല്ലാനൊന്നും പോകുന്നില്ല എന്നറിയാം, എന്നാലും ഇതൊക്കെ എടുത്തിങ്ങനെ കാണിക്കാനും മാത്രം എന്താപ്പോൾ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇത് ഞാൻ കരുതി കൂട്ടി എടുത്തു വെച്ചേക്കുന്ന ഒരു സാധനമാണ്, ഇത് എപ്പോൾ ആരുടെ നേരെ പ്രയോഗിക്കണം എന്നുള്ളത് ഇതുവരെ ഞാൻ തീരുമാനിച്ചിട്ടില്ല, ആരുടെ നേരെ ആയിരിക്കാം ഞാൻ പ്രയോഗിക്കുന്നത് എന്നുള്ളത് എനിക്ക് തന്നെ നിശ്ചയമില്ല, അതൊക്കെ ആ ഓരോ സാഹചര്യത്തിനനുസരിച്ചിരിക്കും എന്ന് പറയാണ്. അന്നേരം രാജീവ് ഒന്ന് കൂളായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ബാലചന്ദ്രൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിങ്ങളും വൈജയും തമ്മിലുള്ള ജീവിതം, എത്ര നല്ലതായിരുന്നു എന്നൊക്കെ പറയുമ്പം അത്ര നല്ലതൊന്നും ആയിരുന്നില്ല, ഞാൻ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയായിരുന്നു ഇത്രയും കാലം, പക്ഷേ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്താണെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞത് നന്നായി, അതുകൊണ്ട് എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റി എന്ന് പറയണം. നിങ്ങൾ എന്തറിഞ്ഞു എന്നാണ് പറയണത്, എന്താണ് നിങ്ങൾ അറിഞ്ഞത്, എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ, വേണ്ട എന്നെക്കൊണ്ട് ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയിപ്പിക്കണ്ട, ഞാൻ പറയാനുള്ളത് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് കാണിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ അന്നേരം കാണിച്ചു തരാം എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. ഇനി രാജീവ് മേനോനോട് എനിക്കൊന്നും സംസാരിക്കാനില്ല, നിങ്ങൾക്ക് പോകാമെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ രാജീവ് പിന്നെ അവിടെ നിൽക്കുന്നില്ല, താഴേക്ക് ഇറങ്ങി ചെല്ലുക കേട്ടോ. അങ്ങനെ രാജീവ് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ താഴെ വൈജയന്തിയും മക്കളൊക്കെ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് ഇവരൊക്കെ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുന്നത് കേട്ടോ. അപ്പം അമ്മ വീട്ടിലെത്തിയത് കണ്ടപ്പോൾ ബബിതയും കൃഷ്ണയും രോഹിത്തൊക്കെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അമ്മ വന്നു, അമ്മ എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ വൈജു പറയുന്നുണ്ട്, ഞാൻ കുറച്ച് നേരമായി വന്നിട്ട് എന്ന് പറയണം. അമ്മ എന്തിനാണ് വീട് വിട്ടു പോയത് അമ്മേ, ഞങ്ങളിവിടെ ഒറ്റക്കാക്കിയിട്ട് അമ്മയ്ക്ക് എങ്ങനെ പോകാൻ തോന്നി എന്നൊക്കെ ചോദിക്കണം. ആ സമയത്താണ്
രാജീവ് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കേട്ടോ. ആ അങ്കിള് വന്നിട്ടുണ്ടോ, അങ്കിൾ എപ്പോഴാണ് വന്നത് അങ്കിളെ എന്ന് ചോദിച്ച് കൃഷ്ണമോള് മുന്നിലേക്ക് ചെല്ലുന്നുണ്ട്. ഞാൻ ഇന്നലെ വന്നതാ മോളെ എന്ന് പറയാണ് രാജീവ്. അങ്കിൾ എന്താ സർപ്രൈസായിട്ട് വന്ന്, ആരും ഇവിടെ പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ അങ്കിൾ വരുന്ന കാര്യം എന്ന് ചോദിച്ചപ്പോൾ സർപ്രൈസായിട്ട് വരേണ്ടി വന്നു എന്ന് പറയാണ് രാജീവൻ. എന്നിട്ട് വൈജ ചോദിക്കുന്നുണ്ട് എന്താ ഈ ബാലചന്ദ്രനോട് സംസാരിച്ചു എന്ന് ചോദിക്കുകയാണ്. ഞാൻ സംസാരിച്ചു, എന്നിട്ട് ബാലചന്ദ്രൻ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് വൈജ. അപ്പോൾ വൈജയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അല്ല രാജീവൻ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ അമ്പിനും വില്ലും അടുക്കുന്നില്ല, അവസാനം എൻ്റെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ടൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് അലീനയെ പറഞ്ഞയക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞയച്ച് കാണിക്കുക എന്നൊക്കെ എന്നെ വെല്ലുവിളിച്ചേക്കാണ് എന്ന് പറയാട്ടോ. എന്താണ് ബാലചന്ദ്രൻ രാജീവേട്ടനോട് ഇങ്ങനെയാണോ സംസാരിച്ചത്? എന്താണെങ്കിലും വേണ്ടില്ല, അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം രാജീവേട്ട. അവ ബാലചന്ദ്രൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കണം, എന്നിട്ട് അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ച് കാണിക്കണം എന്ന് പറയണം. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് എൻ്റെയും തീരുമാനം. ഞാൻ അവളെ ഒന്ന് കാണട്ടെ, കണ്ട് സംസാരിക്കട്ടെ, അവളെ എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കന്നെ വേണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാജീവൻ വേഗം ചെല്ലുന്നത് അടുക്കളയിലേക്കാട്ടോ. അപ്പോൾ അവിടെ അലീന അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അടുക്കളയിലേക്ക് ചെന്നിട്ട് രാജീവൻ പറയുന്നുണ്ട്, അലീനയോട് പറയാണ്, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നാളെ ഇവിടെ നിന്ന് പൊക്കോളണം എന്ന് പറഞ്ഞാൽ നാളെ നീ ഇവിടെ നിന്ന് പോവുന്നെ വേണം എന്ന് പറയാട്ടോ. അപ്പോൾ അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ്. ബാലചന്ദ്രൻ നിന്നോട് പോവരുത് എന്നൊക്കെ പറയും, പക്ഷേ നീ അത് കേൾക്കരുത്. ബാലചന്ദ്രൻ പറയുന്നത് നീ കേൾക്കാൻ നിൽക്കണ്ട, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി എന്ന് പറയണം. നിനക്ക് ഇപ്പോൾ 2 എണ്ണം പൊട്ടിക്കണം എന്നെനിക്ക് നല്ല ദേഷ്യമുണ്ട്, പക്ഷെ ഞാനത് ചെയ്യാത്തത് നിന്നെ പേടിച്ചിട്ടോ ബാലചന്ദ്രനെ പേടിച്ചിട്ടോ അല്ല. ഞാനിപ്പോൾ 2ഓ 4ഓ തന്നാൽ പോലും നീ നിന്ന് കൊള്ളത്തേ ഉള്ളൂ, അല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനത് ചെയ്യാത്തത് മറ്റൊരു കാര്യം കൊണ്ടാണ്. എന്താണെങ്കിലും നീ ഒരു പെണ്ണായി പോയത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. എന്താണെങ്കിലും നാളെ നിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കത്തില്ല. രാജീവൻ്റെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും, ആരും കാണാത്തൊരു മുഖം രാജീവനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അലീനയാണെങ്കിൽ ഇതൊക്കെ മിണ്ടാതെ നിന്നിങ്ങനെ കേൾക്കുകയാണ്, ഒന്നും മറുപടി ഒന്നും വല്ലാണ്ട് പറയുന്നില്ല. അപ്പോൾ പറയുന്നുണ്ട്, നീ ബാലചന്ദ്രൻ്റെ കാര്യങ്ങളിലേക്ക് ഇനി അന്വേഷിക്കാനോ പറയാനോ ഒന്നും പോവണ്ട. ഇനി ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ബാലചന്ദ്രനെ കാണാനോ നീ നിൽക്കണ്ട. നീ നാളെ പോവാൻ റെഡി ആയിട്ടിരുന്നോ എന്ന് പറയട്ടോ. ആ സമയത്ത് വൈജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വൈജ പറയുന്നുണ്ട്, ഇവളുടെ നിൽപ്പ് കണ്ടില്ലേ രാജീവേട്ട, ഇവളെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൾ മഹാകള്ളിയാണ്, ഇവളിങ്ങനെ മിണ്ടാപ്പൂച്ച പോലെ നിൽക്കും, എന്നിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും എന്ന് പറയുമ്പോൾ അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അവൾ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോവേണ്ട യാതൊരു ആവശ്യവുമില്ല, അവൾ ഇവിടെ താഴെ മാത്രം നിന്നാൽ മതി, ഇന്ന് മുകളിലേക്ക് മക്കൾ കയറി ചെന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ അയാൾ ഭക്ഷണം കഴിച്ചില്ല എന്നോർത്തിട്ട് അയാൾ മരിച്ചൊന്നും പോകത്തില്ലല്ലോ, ഭക്ഷണവും മരുന്നും കഴിച്ചില്ല എന്നോർത്തിട്ട്, അതുകൊണ്ട് ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, നാളെ മുതൽ എന്താണെങ്കിലും ഇവിടെ നിന്ന് പോവല്ലേ. അപ്പോൾ അയാൾ അതൊക്കെ തന്നെ ശീലിക്കേണ്ടി തന്നെ വരത്തില്ല, അതുകൊണ്ട് ഇനി ഇവൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലണ്ട എന്ന് പറയണം. എന്നിട്ട് രാജീവൻ പോവാൻ നേരം പറയുന്നുണ്ട്, ഞാൻ അവസാനമായിട്ട് പറയണം, ഞാൻ നാളെ വരുമ്പോൾ നീ ഇവിടുന്ന് പോയി എന്നുള്ള വിവരം കിട്ടണം, നിന്നെ ഇവിടെ കാണാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രാജീവൻ അവിടെ നിന്ന് പോവുകയാണ്. വൈജയൻ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം മക്കളോട് യാത്ര പറയുന്നുണ്ട്. മക്കളടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അങ്കിളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ, സോറി എന്ന് പറയുമ്പം അതൊന്നും സാരമല്ല അങ്കിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അവൾ നാളെ ഇവിടെ നിന്ന് പോവുക അങ്കിൾ എന്ന് ചോദിക്കുമ്പോൾ അവൾ പോകും, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞയക്കും എന്ന് പറയണം. അപ്പോൾ ബബിതയ്ക്കും രോഹിതിനും ഭയങ്കര സന്തോഷമാണ്. കൃഷ്ണമോള് മാത്രമാണ് ആകെ 2 പേർക്കും ഇടയിൽപ്പെട്ടതുപോലുള്ളൊരവസ്ഥയിൽ നിൽക്കുന്നത്. അങ്ങനെ വൈജ പിന്നീട് അലീനെ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അതിനുശേഷം കിച്ചണിൽ നിന്ന് പോരാൻ നേരം അലീനെ വിളിക്കുന്നുണ്ട്, മാഡം എന്ന് വിളിക്കുക കേട്ടോ. അങ്ങനെ വൈജ തിരിഞ്ഞു നോക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പൊക്കോളാം, എനിക്ക് യാതൊരു കുഴപ്പമില്ല ഇവിടെ നിന്ന് പോകണമെന്ന്, പക്ഷേ ഞാൻ ഇങ്ങനെയൊന്നും ആഗ്രഹിച്ചല്ല വന്നത് എന്ന് പറയാണ്. അപ്പോൾ വൈജ ഇങ്ങനെ നോക്കുക കേട്ടോ അവൾ സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ മാഡത്തെ ഒരു ശത്രുവായിട്ട് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ അമ്മയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് പറയണം. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എന്നെ പ്രസവിച്ച അമ്മയില്ല, ഓർമ്മ വെച്ച നാൾ മുതൽ ബ്രിജിത്ത മമ്മിയാണ് എൻ്റെ അമ്മ. അപ്പോൾ ആ സമയം മുതൽ ഞാൻ ഓർമ്മ വെച്ച സമയം മുതൽ ആഗ്രഹിക്കുന്നതാണ് എൻ്റെ സ്വന്തം അമ്മ ആരായിരിക്കും, ആ അമ്മയുടെ കൈകളിൽ നിന്ന് കൊഞ്ചിക്കൊഴയാനും അമ്മയോട് സംസാരിക്കാനും അമ്മയുടെ തോളിൽ കിടക്കാനും ഒക്കെ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ, കൈകളിൽ എടുക്കാനും താലോലിക്കാനും ഉമ്മ വയ്ക്കാനും അങ്ങനെയുള്ള പ്രായമൊക്കെ കഴിഞ്ഞു പോയി. ഞാനിനി അതൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതൊക്കെ ഒരുപാട് നാൾ സ്വപ്നം കണ്ട ഒരു കാര്യമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലീന തൻ്റെ
കുട്ടിക്കാലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വൈജിയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജി ഇങ്ങനെ സംശയത്തോട് കൂടിയിട്ട് ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. അപ്പം മക്കളും ഹോളിൽ നിന്നിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ വൈജി ഇടയ്ക്ക് മക്കളെയും നോക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാൻ എന്താണെങ്കിലും ഞാൻ പോവുകയാണ്, പക്ഷേ ഒരു ദിവസം മാഡം എന്നോട് ചെയ്തതൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കും. ഭയങ്കര കുറ്റബോധം തോന്നും മാഡത്തിന്. അന്ന് എന്നെ കാണാൻ വരാൻ ഒരിക്കലും മടി കാണിക്കരുത്, എൻ്റെ അടുത്ത് വരണം. കാരണം എനിക്കല്ലാതെ മാഡത്തെ ആശ്വസിപ്പിക്കാൻ മറ്റാർക്കും ഈ ലോകത്ത് സാധിക്കത്തില്ല എന്ന് പറയാണ് അലീന. ആ സമയത്ത് അലീനയെ ഇങ്ങനെ സംശയത്തോട് കൂടിയിട്ട് ഇവൾ എന്തൊക്കെയാണ് പറയണത് എന്നോർത്ത് ഇങ്ങനെ വൈജയന്തി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് വേറൊന്നും പറയാനില്ല മാഡം എന്നോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഒരമ്മ മകളോട് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് മാഡം എന്തൊക്കെ ചെയ്താലും മാഡം എന്നോട് ദേഷ്യപ്പെടുന്നത് പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നോട് സംസാരിക്കില്ലേ അത്രയും സമയം എന്നോർത്തിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. എന്താണെങ്കിലും ഇനി ഞാൻ മാഡത്തെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഞാനിവിടെ നിൽക്കുന്നില്ല. പക്ഷേ ഒരിക്കൽ മാഡം എന്നെ തേടി വരുമെന്നുള്ളത് തീർച്ചയാണ് എന്നിങ്ങനെ അലീന പറയാട്ടോ. അങ്ങനെ വൈജിയാണെങ്കിൽ അതിന് പിന്നെ മറുപടി ഒന്നും പറയാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയാണ്. മുത്തശ്ശി ഇങ്ങനെ റൂമിൽ കിടക്കുന്ന സമയത്ത് അലീന റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, രാജീവൻ പോയോ മോളെ എന്ന് ചോദിക്കുമ്പോൾ പോയി എന്ന് പറയണം. അവൻ എന്തിനാ വന്നത്, എന്താ അവൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എന്നോട് നാളെ പൊയ്ക്കോളാനാണ് പറഞ്ഞേക്കുന്നത്, ഉച്ചവരെ സമയം തന്നിട്ടുണ്ട്, അതിനുള്ളിൽ പൊക്കോളണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് അലീന. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു, നീ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല മുത്തശ്ശി എന്താ വേണ്ടതെന്ന്, പോവാതെ വേറെ വഴിയില്ല, പക്ഷേ ഇനി നാളെ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ബാലൻ സമ്മതിക്കും മോളെ നിന്നെ പറഞ്ഞേക്കാൻ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. എനിക്കറിയില്ല മുത്തശ്ശി, പക്ഷേ ഒരു കാര്യം ഞാൻ മുത്തശ്ശിയോട് ഉറപ്പ് തരാം, ഞാൻ ഇവിടെ നിന്ന് പോയാലും ഈ കുടുംബം നേരെയാവാൻ പോകുന്നില്ല. ഈ കുടുംബം വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മക്കളുടെ കാര്യമായാലും മാഡത്തിൻ്റെയും സാറിൻ്റെ കാര്യമായാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വളരെ മോശം രീതിയിലേക്കാണ് പോയിക്കൊണ്ട് ഒരു തകർച്ചയുടെ വക്കിലാണ് നിൽക്കുന്നത്. ഞാൻ പോയാലും ഈ കുടുംബം നേരെയാവാൻ പോകുന്നില്ല. പിന്നെ ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം എന്നെങ്കിലും നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് തോന്നും. നിങ്ങൾക്ക് എല്ലാവർക്കും മാഡത്തിനും എന്നെ പറഞ്ഞയച്ചതിലോർത്ത് എന്നോട് ചെയ്തതോർത്ത് കുറ്റബോധമൊക്കെ തോന്നും. ഞാൻ മാഡത്തോട് പറഞ്ഞിട്ടുണ്ട്, അന്നേരം എന്നെ കാണാൻ വരാൻ മടി കാണിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിഷമിച്ച് കരയാണ് അലീന. മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ അലീന മമ്മിയുടെ ഫോട്ടോ എടുത്തിട്ട്, ആ ചില്ല് പൊട്ടിയൊരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ട് അതിൽ നോക്കിയിട്ട് മമ്മി കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി, ഞാൻ പോവുകയാണ് ഇവിടെ നിന്ന്, ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല മമ്മി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കരയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൊല്ലപ്പള്ളിയിലെ വീടാണ്. മനുവിനോട് സംസാരിക്കുകയാണ് നമ്മുടെ രാജീവൻ പറയുന്നുണ്ട്, അങ്ങനെ അലീനയെ കൊണ്ടുവന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പം മനു പറയുന്നുണ്ട്, അവൾ നല്ലൊരു കുട്ടിയാണ് അങ്കിൾ, അവളെ കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ, പക്ഷേ വൈജയ്ക്ക് ഇഷ്ടമില്ലല്ലോ, വൈജയ്ക്ക് ഇഷ്ടമില്ലാതെ എന്തിനാണ് അവളെ അവിടെ പിടിച്ച് നിർത്തിയേക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ആൻറ്റി ഭയങ്കര കുഴപ്പക്കാരിയാണ് അങ്കിൾ, ആൻറ്റിയുടെ കുഴപ്പം കൊണ്ടാണ് ആ വീട്ടിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ, അതെന്തോ ആയിക്കോട്ടെ, അത് അവരുടെ കുടുംബകാര്യമല്ലേ, ആ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ലാതെ ഒരു സെർവൻറ്റിനെ അവിടെ വെച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. നാളെ ഞാൻ അവിടെ പോകുന്നുണ്ട്, എന്താണെങ്കിലും നാളെ ഞാൻ അവളെ അവിടെ നിന്ന് പറഞ്ഞേക്കും, നീ എതിർക്കാനും ആയിട്ട് അങ്ങോട്ടേക്ക് വരരുത്, നീ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അവളെ നാളെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞേക്കുക തന്നെ ചെയ്യും എന്ന് പറയാണ് രാജീവ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത്. സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.